നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ വിവാദമായ ശബരിമല ട്രാക്ടർ യാത്രയിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. ADGPയുടെ ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സംഭവം ദൗർഭാഗ്യകരമായി പോയി എന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണ് എന്ന് വ്യക്തമായി എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അജിത് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിച്ചു. യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ലല്ലോ ഉപയോഗിച്ചത്, ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചത്. ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ്. ദേവസ്വം ബെഞ്ചാണ് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. യാത്രയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചുവെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും യാത്ര ചെയ്യരുത് എന്നും അത് നിയമവിരുദ്ധമാണ് എന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 2021 ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതൊക്കെ ചരക്കുകൾ ഏതൊക്കെ സമയങ്ങളിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്താമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ മറ്റാരും പോകരുത് എന്നും ഉത്തരവിലുണ്ട്. ഒരു ഘട്ടത്തിലും ട്രാക്ടർ വഴി യാത്ര ചെയ്യരുത് എന്നും ഉത്തരവുണ്ട്. എന്നാൽ ഇവ ലംഘിച്ചുകൊണ്ടാണ് ADGP യാത്ര നടത്തിയിരുന്നത്. ശബരിമലയിലേക്ക് MR അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്ര ചട്ടവിരുദ്ധമെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട്. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്നുകൊണ്ടായിരുന്നു ADGPയുടെ നടപടി. പോലീസിന്റെ ട്രാക്ടറിലാണ് അജിത് കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കഴിഞ്ഞ ദിവസം ദർശനത്തിനായി പോയത്. ഏറെക്കാലം ശബരിമലയുടെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉന്നതൻ തന്നെ നിയമം ലംഘിച്ചുവെന്നാണ് കണ്ടെത്തൽ. ദർശനത്തിനായി MR അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ചട്ടലംഘനമാണ് എന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട്. നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് MR അജിത് കുമാർ പമ്പയിലെത്തിയത്. തുടർന്ന് പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി. ദർശനം നടത്തി അടുത്ത ദിവസം വീണ്ടും ട്രാക്ടറിൽ തന്നെ മലയിറങ്ങി. അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ട് ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതി കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ചട്ടം. തീർത്ഥാടനത്തിനായി നട തുറന്നിരിക്കുമ്പോൾ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. സംഭവത്തിൽ ശബരിമല കമ്മീഷനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം യാത്രയിൽ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലാണ് അജിത് കുമാർ യാത്ര നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡ്രൈവറും. പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചുമായിരുന്നു അജിത് കുമാറിന്റെ യാത്ര. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ADGP പമ്പയിലെത്തിയത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു. ഈ റോഡിനെ മുറിച്ചു കടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് 1-ാം വളവിനടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത്. ഇവിടെ നിന്ന് സന്നിധാനം വരെയുള്ള ഭാഗത്ത് CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിവരം. സന്നിധാനത്ത് U-ടേണിന് മുമ്പ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തി. അവിടെ ADGP ഇറങ്ങി. പിന്നീട് നടന്നാണ് പോയത്. U-ടേൺ മുതൽ ദേവസ്വം ബോർഡിന്റെ CCTV ക്യാമറയുണ്ട്. ഞായറാഴ്ച നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ADGP വൈകിട്ടോടുകൂടി ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തി ട്രാക്ടറിൽ പമ്പയിലേക്ക് തിരിച്ചു. സ്വാമി അയ്യപ്പൻ റോഡിൽ 1-ാം വളവിൽ തന്നെ വന്നിറങ്ങി പമ്പയിലേക്ക് നടന്നു. ADGPയുടെ ഈ ട്രാക്ടർ യാത്രയുടെ ഫോട്ടോ ഒരാൾ എടുത്തതാണ് വിഷയം ഹൈക്കോടതി വരെ എത്താനിപ്പോൾ ഇടയാക്കിയത്. സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യമായി ഫോട്ടോ അയച്ചു കൊടുത്തുവെന്നാണ് വിവരം. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാനാണ് കയറാനും ഇറങ്ങാനും നിശ്ചിത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാണ് സൂചന. അയ്യപ്പന്മാരെ കസേരയിലിരുത്തി ചുമന്ന് സന്നിധാനത്തെത്തിക്കുന്ന ഡോളി തൊഴിലാളികളാണ് ട്രാക്ടറുകളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് 12 വർഷങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയിൽ ഹർജിയായി എത്തിച്ചത്. പണം വാങ്ങി സ്വാമിമാരെ കൊണ്ടുപോകുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നുവെന്നായിരുന്നു അവരുടെ വാദം. ട്രാക്ടർ യാത്രാവാഹനമല്ലാത്തതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.